രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി തുടങ്ങിവെച്ച വിമർശനം ഇപ്പോൾ എൽഡിഎഫിന്റെ മറ്റ് നേതാക്കൾ തുടരുകയാണ്. അധിക്ഷേപ വാക്കുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ നേതാക്കൾ പ്രയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് PV അൻവർ MLA രാഹുലിനെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട് കോൺഗ്രസ്. രാഹുലിന്റെ DNA പരിശോധിക്കണമെന്നായിരുന്നു അൻവറിന്റെ അധിക്ഷേപ പരാമർശം. പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്നായിരുന്നു PV അൻവറിന്റെ വാക്കുകൾ. എന്നാൽ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ആവർത്തനമാണ് PV അൻവർ നടത്തുന്നത്. കോൺഗ്രസ് ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിലെ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നാണ് PV അൻവർ പറയുന്നത്. ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്നും PV അൻവർ പറയുന്നു. പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ED വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നതെന്നായിരുന്നു PV അൻവറിന്റെ കുറ്റപ്പെടുത്തൽ. എന്നാൽ PV അൻവറിനെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ചെയ്തത്. PV അൻവറിന്റെ പ്രതികരണം അത് രാഹുൽ ഗാന്ധി തന്നെ ചോദിച്ചു വാങ്ങിയത് ആണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള മറുപടി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മനു ഭരത്തുണ്ട് കണ്ണൂരിൽ. ഒപ്പം വിജേഷ് ചേരുകയാണ് മലപ്പുറത്ത് നിന്നും. ആദ്യം മനുവിലേക്ക്. മനു, ഇപ്പോൾ കൊട്ടിക്കലാശത്തിന് 2 ദിവസം മാത്രം ബാക്കി. നാളെയാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ശക്തമായ വിമർശനം അത് ആലോചിച്ചുറപ്പിച്ച പോലെയാണല്ലോ നേതാക്കൾ നടത്തുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയല്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്? അതെ, സ്വാഭാവികമായി ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണ്. പക്ഷേ സ്വാഭാവികമായും ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഉണ്ടായി. അതിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഈ യാത്രകളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരല്പം പക്വത വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസിലെ ചിലർ തന്നെ തന്നോട് പറഞ്ഞു. പക്ഷേ ആ പക്വത പ്രകടമാകുന്നില്ല, വാക്കുകളിൽ പ്രകടമാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് തന്നെ താൻ പഴയ പേരിലേക്ക് രാഹുൽ ഗാന്ധി ചുരുങ്ങി എന്ന് പറഞ്ഞ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, രാജ്യത്താകമാനം വരുന്ന പ്രശ്നങ്ങളിൽ ഒരു ഉറച്ച നിലപാട് പറയാൻ, പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഒരു ഉറച്ച നിലപാട് പറയാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി ഈ ഒരു നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പേരിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. PV അൻവറിൻ്റെ പരാമർശം ചോദിച്ചപ്പോൾ രാഹുൽ അത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ തിരിച്ചു കിട്ടും എന്നുകൂടി കണക്കാക്കണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ് ഒഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃത്വം ഇന്ത്യ മുന്നണി വലിയ തോതിൽ ആഘോഷിക്കുന്നു എന്ന് മറ്റിടങ്ങളിൽ തോന്നുമ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് പ്രധാനമന്ത്രിയാകണമെന്ന കാര്യം പൊതുവെ വരും. മാത്രമല്ല, മുഖ്യമന്ത്രി പറയുന്ന ഒരു പ്രധാന കാര്യം, ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി തന്നെയില്ല, അത് ഒരു മുന്നണിയല്ല, ഒരു സംവിധാനം മാത്രമാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം അത് കാര്യങ്ങൾ തീരുമാനിക്കും. അത് എല്ലാ BJP വിരുദ്ധരായ ആളുകൾക്ക് വരാനുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇന്ത്യ മുന്നണി എന്ന് ഉള്ള ഒരു സംവിധാനം. അതിനപ്പുറത്തേക്ക് അതൊരു മുന്നണിയായി മത്സരിക്കുന്ന ഒരു രീതിയോ ഇല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം അൻവറിനെ പോലുള്ളവർ പറഞ്ഞതിനെ മുഖ്യമന്ത്രി പിന്താങ്ങുകയും ചെയ്യുന്നു. ശരിയാണ് മനു ഭരത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് LDFിന്റെ നേതാക്കൾ നടത്തുന്നത്. അത് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയായിരുന്നു. രാഹുൽ അല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി. അതിനിടെയാണ് PV അൻവർ MLA അധിക്ഷേപ വാക്കുകൾ ഉണ്ടായത്. അൻവറിന്റെ ആ വാക്കുകൾ കേൾക്കാം. അതിനെക്കുറിച്ച് അൻവർ വിശദീകരണവും നൽകുകയുണ്ടായി. വിശദീകരണം നൽകിയപ്പോഴും ഇതേ വാക്കുകൾ തന്നെ അൻവർ ആവർത്തിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ തന്നെ സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്ന് ഞാനല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച
ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ഈ സംശയം 2 കൊല്ലമായി തുടങ്ങിയിട്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സെലിമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ? അതിന്റെ പിന്നിൽ BJP ആണോ? ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന 7ാം കൂലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചവിടത്ത് ജനം ജയിപ്പിച്ചയച്ച BJPയെ പരാജയപ്പെടുത്തിയ ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. ഇന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അധിക്ഷേപം അതിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നാണ് PV അൻവർ MLA പറയുന്നത്. രാഷ്ട്രീയം പറയുന്നതിനിടെ അധിക്ഷേപ വാക്കുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ MLA പ്രയോഗിച്ചത്. വിനേഷ്, ഇതിപ്പോൾ PV അൻവർ പറഞ്ഞ ഇക്കാര്യങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണല്ലോ കോൺഗ്രസ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ അൻവറിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മലപ്പുറത്ത് അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ VS ജോയ് ഈ രാസലഹരി അടിച്ച ആളാണ് അൻവർ എന്നുപോലെയുള്ള പരാമർശങ്ങൾ പോലും നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ്, പാലക്കാട് മണ്ഡലത്തിലെ എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഒരു അധിക്ഷേപം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ DNA-യിൽ പോലും സംശയമുണ്ട്. അതായത് പിതൃത്വം പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ എന്നേ ഇനി മുതൽ ഞാൻ വിളിക്കുകയുള്ളൂ, ഗാന്ധി എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. പിണറായി വിജയനെ ഇത്തരത്തിൽ വിമർശിക്കാനുള്ള അവകാശമൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. നെഹ്റു കുടുംബത്തിൽ നിന്ന് വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഒരാൾ ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് മറുപടിയുമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും എല്ലാം രംഗത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. PV അൻവറിനെ നിലയ്ക്ക് നിർത്തണമെന്നുള്ള ഒരു ശക്തമായ നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇതിനെ പൂർണ്ണമായും PV അൻവറിന്റെ വാദങ്ങളെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം PV അൻവറിന്റെ തട്ടിപ്പുകളും മറ്റു പല കാര്യങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ എല്ലാ കാലങ്ങളിലും മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്ത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അറിയാം. അതിന് പിന്നാലെയാണ് PV അൻവറിന്റെ പ്രതികരണം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിലും അദ്ദേഹം പറയുന്നത് താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആ അധിക്ഷേപത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പിന്തുണ ലഭിച്ചു എന്നുള്ളത് അതിൽ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ താൻ അതിൽ
അത്തരം വാക്കുകൾ താൻ ഉപയോഗിച്ച് പിൻവലിക്കുകയാണെന്നോ മറ്റോ അൻവർ പറയാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പൂർണ്ണമായും അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് PV അൻവർ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ മാധ്യമപ്രവർത്തകരെ എല്ലാം തന്നെ വളരെ ആക്ഷേപിച്ചുകൊണ്ടെല്ലാം തന്നെ PV അൻവർ MLA തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിരന്തരമായി പോസ്റ്റുകൾ ഇടാറുണ്ടായിരുന്നു. അതും ഏറെക്കുറെ ഇത്തരത്തിൽ വില കുറഞ്ഞ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടും പൊതുപ്രവർത്തകരെ വളരെ മ്ലേച്ഛമായ ഭാഷയിലും മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു. ശരി വിനേഷ്, എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണ കിട്ടിയതിനു ശേഷം അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് അൻവർ പറഞ്ഞത്. അതേസമയത്ത് തന്നെയാണ് കോൺഗ്രസ് ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുന്നത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ജോയിയുടെ വാക്കുകളിലേക്ക്. ഗാന്ധിക്കെതിരായി PV അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യവും നികൃഷ്ടവുമാണ്. ആഫ്രിക്കൻ രാസലഹരിക്ക് അടിമപ്പെട്ട ഒരു അധമന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത്. സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിൻ്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എത്രയും വേഗം ശ്രീ അൻവർ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധ സമര പരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും. മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ് CPM നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. PV അൻവർ MLAക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. ഇതിനിടെയാണ് സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാൻ പോകുന്നത്. 2 ദിവസം മാത്രമാണ് പ്രചാരണത്തിനുള്ളത്. അവസാന മണിക്കൂറിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുകയാണ്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ അവസാന 2 ദിവസവും എന്തായിരിക്കും അജണ്ട എന്ന കാര്യം വ്യക്തമാണല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും LDF ശക്തമാക്കും. അതിനുള്ള പിന്തുണ കൂടിയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതിന് തിരിച്ചടി കോൺഗ്രസ് ക്യാമ്പും നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ. അതേ സമയത്ത് തന്നെയാണല്ലോ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 2 കണ്ണുകളോടുകൂടി LDFും UDFും സമീപിക്കുന്നു എന്ന ഒരു ആരോപണവുമായി BJPയും പ്രചാരണ രംഗത്ത് സജീവമായി അവസാന മണിക്കൂറുകളിൽ നിൽക്കുന്നത്. അതിന്ന് K സുരേന്ദ്രൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകൾ കടന്നു പോകുന്നത് പ്രചാരണത്തിലെ? മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്, കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇതിനകം UDF കൺവീനർ സമീപിച്ചു കഴിഞ്ഞു. KPCയും പരാതിയുമായി പോകുന്നുണ്ട്. ഇത്തരത്തിൽ PV അൻവർ നടത്തിയ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എന്ന ഒരു വിലയിരുത്തലാണ്, അഭിപ്രായമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്, UDF നേതൃത്വത്തിന് ഉള്ളത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരുമെന്ന് കോൺഗ്രസ്, അതായത് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തർക്കം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും വിമർശനം ഉയരുന്നുവെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞുള്ള മറുപടി എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുതന്നെ പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലുള്ള തർക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് മാറുന്നു. മറ്റൊന്ന് മഞ്ജു സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗം ഇന്ന് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഇരു മുന്നണികളും ഒരുപോലെ BJPക്കെതിരെ ആയുധമാക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തുടക്ക ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സംസ്ഥാനത്ത്. ഇരു മുന്നണികളും അത് ആ രീതിയിൽ ഉപയോഗിച്ചു. അതിനെ പ്രതിരോധിക്കാൻ BJP എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുകയും ചെയ്തു. ഇപ്പോൾ BJPയുടെ നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള, അസം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ പരാമർശങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായി വീണ്ടും മാറുകയാണ്. വരുന്ന മണിക്കൂറിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് ഏറ്റവും ശക്തമായ പ്രചരണ വിഷയമായി മാറുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJPയുടെ നിലപാടുകൾ തന്നെയാണ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഇടത് വലതു മുന്നണികൾ ഒരുപോലെ ഉപയോഗിക്കുന്നത്.